ഫോട്ടോ ഇപ്പോൾ എടുക്കണോ? ഫോട്ടോ അല്ലേ പിന്നെടുത്താലും മതി തന്നെ, പിന്നെടുത്താലും മതി. ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ ചുറ്റും നോക്കിക്കോട്ടെ. എനിക്ക് ഗ്രാഫിക്സില്ലേ ഇത്തിരി ഇത് രണ്ടും കിടന്നോട്ട്. ഇത് രണ്ടും കിടന്നിട്ട് ഇത് ഗുഡിൽ ഇത് ഇത്രയും കാർ ഡിസ്റ്റൻസ് ഇത് ഇത്രയും വേണം. ഓക്കെ, ഇല്ല ഇത് ഇങ്ങനെ മതിയിടാ. ഇല്ലേ നമ്മൾ കളിക്കുമ്പോൾ ഒട്ടേ പോയാലേ. നവാബ് 84 ഹായ് ബ്രോ. ഹാടാ നവാബേ, ഹായ്. ഓ ഈ സാധനമൊക്കെ ഉണ്ട്, ഇത് കൊള്ളടാ, നന്നായി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്രാഫിക്സിൽ ഒറ്റ അടിക്കണടാ, കാര്യം പറയില്ല. ഇല്ല ഇങ്ങനെ കിടക്കട്ടല്ലേ, നോക്കാം. സ്മൂത്ത്നെസ് വേണം, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടാൽ. മറ്റേ ഇട്ടോ നീ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റൂടാ. 120 FPS ഇട്ടുവാണെങ്കിലും എനിക്ക് സ്മൂത്തായിട്ട് കളിക്കാനൊക്കെ പറ്റും. പക്ഷെ ലൈവ് ഇടുമ്പം അതിൻ്റെ ലൈവും കൂടെ ഇടേണ്ട ഉള്ളൊരു പ്രശ്നമാണ്. അല്ലെങ്കിൽ എനിക്ക് സ്മൂത്തായിട്ട് കളിക്കാനൊക്കെ പറ്റും. ഞാനിവിടെ ഇല്ല, എവിടെയാണ് കാർഗോയ്ക്ക് ഞാൻ പോകേണ്ടത്? എനിക്ക് ഇത് പിന്നെ ഈ വണ്ടി ഇത് കൺട്രോളിങ്ങും പാടാണ് ബ്രോ. CPM ID ഞാൻ ഇന്നും മറന്നു. എൻ്റെ CPM ID-യും റൂം പാസ്വേഡും സെർവറിൻ്റെ സംഭവം എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ വിചാരിച്ചാണ്. എൻ്റെ ID എവിടെ കാണുമല്ലേ, കാണിച്ചു തരാം. എൻ്റെ ID താണ്ട് ഇതാണ് SJ01 ഒന്നല്ലേ, അത് തന്നെ SJ011660. നിനക്ക് ഡൗട്ടുണ്ട് നീ അത് ഇതൊന്ന് പെട്ടെന്ന് വീഡിയോ പാസ് ചെയ്തിട്ട് സൂം ചെയ്ത് നോക്കിയാൽ അതിപ്പോൾ കാണാൻ പറ്റും. കാർഗോ കണ്ട് എടാ ചെറിയ ഇതെടുക്കാം കേട്ടോ. നമ്മൾ മിഷൻ എന്തര കാണുമല്ലേ, മിഷൻ എന്തരായിരുന്നു കാർഗോ എത്ര ദൂരം ഓടിക്കണം അങ്ങനെ അടല്ലേ. കാർഗോ ഡ്രൈവ് ആസ് എ കാർഗോ ഡ്രൈവർ ഫോർ 3 കിലോമീറ്റർ. നല്ല കാര്യം. 5ഉം 10ഉം ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ചിലപ്പോൾ ഇത്തിരി ലൊട്ടയാവും. എന്തായാലും നോക്കാമല്ലേ. കാർഗോയിൽ 3 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഈ എഴുതിയേക്കണ കിലോമീറ്ററുകൾ ഇത് 50 സംതിങ്. ഇതെടുക്കാം അല്ലേ, ഇതെടുക്കാം. മുത്തേ തടിയുമില്ല, പുഷ്പേരെ തടിയിലൊട്ട എടുക്കാൻ പോവാണേ, കാര്യം പറയാല്ല. ഓ എടാ വീലിട്ടും കൂടെ ഇത് നമ്മളങ്ങനെ കളിച്ച് സെറ്റാക്കണേ ഉള്ളൂ കേട്ടോ. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണേ ലൈവ് കാണുന്നമാതിരി. മുമ്പത്തെ ലൈവ് കണ്ടോമാർക്കൊക്കെ അറിയാം. ഞാൻ വെച്ചാൽ മറ്റേ വീലിട്ടല്ല കളിച്ച്, ആരോ ഇട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് വീലിലോട്ട് നമ്മൾ ഇതായിട്ടുണ്ട്. വീല് കളിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ലൊട്ട കാണും, സെറ്റാക്കാം. ഇവിടെയൊന്നും അല്ലടാ സീൻ. വണ്ടി എടുത്താൽ മറ്റേ കറക്റ്റ് ഈ ലോഡ് എടുക്കണമല്ല, അതാണ് അനക്കണം. അത് കാര്യം പറയാല്ല, അത് ഭയങ്കര പാടായിരിക്കും. ഉള്ള സത്യസന്ധമായിട്ട് പറയുമോ. ഇനി ഇവിടെ നിന്ന് വളച്ചൊരു പരിപാടി ഉണ്ടാ മുത്തേ. അത് ചിലപ്പം ഒരുപാട് മിനിറ്റുകൾ ചിലപ്പോൾ വേണ്ടി വരും. ഒത്തിരി എളുപ്പമുള്ളൊരു കാര്യമല്ല. പാസ് ഉണ്ടോ? എടാ പാസ്സൊക്കെ ഉണ്ട്. പാസ് എടാ അത് ഇപ്പം ഇടാനില്ല. പാസ് 77 ഇടുമ്പോൾ നീ വന്ന് കയറിക്കോ. കുറച്ചുകൂടെ പേര് വന്നിട്ട് ഇടാം, മനസ്സിലായില്ല. അങ്ങനെയാണ് നമ്മളെപ്പോഴും ഇടണം. തുടക്കമൊക്കെ ഇങ്ങനെ സിംഗിൾ പ്ലെയർ കളിച്ചിട്ട് പിന്നെയാണ് കുറച്ചുകൂടെ പേര് വരുമ്പോഴാണ് അങ്ങനെ നമ്മൾ റൂം ഇടണം. ഓ എടാ നമ്മൾ കുറച്ച് ഇങ്ങോട്ടായി പോയി തോന്നുന്നു. എടാ സെർവർ ഇന്ത്യ, പാസ് 77 കേട്ടോ. പിന്നെ ID നീ ഇപ്പം കണ്ടല്ലേ, ഞാൻ മറ്റേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ വിട്ടു. അത് ഇനി മുതൽ കൊടുക്കണം. ഞാൻ ശ്രദ്ധിച്ചില്ല, മറന്നുപോയി. ലൊട്ടത്തരം. ഓ കേറിയാ എടാ കേറിയാ കാർഗോ കേറിയാ. എടാ നല്ല ആദ്യം കുറച്ച് ലോങ് റോഡാണ്. ഇതെന്തിനാ കാണിക്കണം ലൊട്ട? എടാ പിന്നെ ഇതിൽ വലിയ ലൊട്ട എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ മുത്തേ? ഈ ലോഡും വച്ച് വണ്ടി ഭയങ്കര വലിയ ഡ്രിഫ്റ്റ് അടിക്കുന്ന രീതിയിലൊക്കെ വളച്ചാണ്ടല്ല, ഈ ലോഡ് മൊത്തം തറയിൽ പോവും. അതെനിക്ക് അറിഞ്ഞു വരും. സത്യം എന്തായിട്ട് പറഞ്ഞാൽ ഞാൻ ലൊട്ട വിചാരിച്ച് നമുക്ക് നൈസായിട്ട് വളച്ചും ലൊട്ടയൊക്കെ എടുക്കാം. അങ്ങനെയൊന്നും അല്ല. വണ്ടി മൊത്തം ഈ ലോഡ് തറയിൽ കിടക്കും, വണ്ടിയും കിടഞ്ഞങ്ങ് പോവും. അതെൻ്റെ പൊന്നും, അത് നല്ല പാട് പിടിച്ച പരിപാടിയാണ്. ഇതെനിക്ക് കൺഫ്യൂസ് ആവണല്ലോ അതിനിടയിൽ. ഇത് ഇത്തിരി പാടായി വരുവാണ് കേട്ടോ, ഉള്ള പറയാല്ലേ. ഞാൻ ചുമ്മാ പാട് ലൊട്ടാന്ന് പറയണല്ലേടാ, ഞാൻ തുടക്കക്കാരനും കൂടെ അല്ലേ. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയണ്ട്. ഇതെന്താടാ ഇതെന്താ അതിൻ്റെ ഫ്രണ്ട് കണ്ടാ ലൊട്ട ഇതെങ്ങാട്ട് തിരിഞ്ഞിരിക്കണ? ഇതെന്ത് ലൊട്ട, ഇതെന്ത്, ഞാൻ ഇതിനെ എങ്ങനെ ശരിയാക്കും? ഏടാ ട്രെയിലർ ഡിറ്റക്റ്റഡ് ടു ഡ്യൂ കോളിസന എന്തൊരു സാധനം. എടാ ബാക്കിലോട്ട് വാടാ ലൊട്ടേ, സമയമില്ലടാ. അയ്യോ പോയി ലൊട്ടത്തരം നടന്ന്. ലൊട്ടത്തരം നടന്നേ, കാര്യം പറഞ്ഞത് എങ്ങനെയാണ് ശരിയാക്കും? ഇനി നമുക്ക് ഇറങ്ങിയെടുക്കാൻ പറ്റൂല്ലല്ല. ലൊട്ടത്തരം ഓർ വാട്ട്. ഈ കാർഗോ പോയി ചാടി. ഈ കാർഗോ പോയി, അടുത്ത കാർഗോയ്ക്ക് എടുക്കേണ്ടി വരും. ഈ കാർഗോ പോയി, ക്യാൻസൽ ചെയ്യാം. ഇതാണ് കണ്ട കാർഗോ. എനിക്ക് ഭയങ്കര പാടാണ്. ഞാൻ ചെറിഞ്ഞ് നോക്കരുത്, വേറെ വല്ല വണ്ടിയോ എടുത്താലേ. ഇത് 14 കിലോമീറ്റർ, അത് കുറച്ച് 3 കിലോമീറ്റർ ഒരെണ്ണം കിട്ടി.
ഈ ലൊട്ട അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വളയോടാ ഈ എന്തരാണ് ഈ സാധനം. അതാണ് ഇത്തിരി കാർഗോ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ലൊട്ട തണക്കണതാണ്. ഇപ്പം ബിഗിനിയറും കൂടെ അല്ലേ, അതിൻ്റെ ഇതും കൂടെയാണ് കേട്ടോ. ബിഗിനൊക്കെ നമ്മൾ കാർഗോ പറ എടുത്തോണ്ട് പോകും, പുഷ്പ എടുത്തോണ്ട് പോകും, വണ്ടിയൊക്കെ പറപ്പിച്ചെടുത്തോണ്ട് പോവുക. അപ്പം ബിഗിനിയേഴ്സ് ഇങ്ങനെയാണ്, മനസ്സിലായില്ലേ? എന്തായാലും നോക്കാം. ഇങ്ങോട്ട് വളമുണ്ടോ? ഇപ്പം ഇങ്ങോട്ട് പിടിച്ച് അവിടെ വളമുണ്ട്. ലൊട്ട കാര്യം പറയാല്ല, എന്തണ്ടിയാണ്. ഞാൻ മിക്കവാറും ആരും എടുക്കേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ. കാര്യം പറയില്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അവിടത്തേക്ക് വരില്ലെങ്കിൽ ഞാൻ ഇവിടെ ലൊട്ടത്തരം കാണിച്ചോണ്ടിരുന്നത്. ആരും എടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം. ആരും എത്തി കൂടെ നമുക്ക് അറിയാം, ഓടിച്ചൊരു ശീലമുണ്ട്. ഇത് വീലും കൂടെ എടുത്തോണ്ടാണ് എനിക്ക് പാട് കൂടുതൽ. ഇങ്ങോട്ട് പോകണം അല്ലേ? ഇങ്ങോട്ട് പോകണം. ഇങ്ങോട്ട് വളച്ചങ്ങെടുക്കാം. ലൊട്ട ഇടിക്കല്ലേ? വീണില്ല. അയ്യോ വീണില്ലല്ല. ഇത് എങ്ങനെ പോയി എടുക്കണം ഞാൻ? ഫ്രണ്ട് ഏതാണ് ബാക്ക്? ഇങ്ങോട്ടാണ് കയറ്റാളാം മുത്തേ, ഇങ്ങോട്ടാണ് കയറ്റാളാം. ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ടേറിയ കാര്യമാണ് കേട്ടല്ല. നമ്മൾ കറക്റ്റല്ലടാ കയറ്റിയ. എടാ കറക്റ്റാണെങ്കിൽ കയറ്റിയ, എൻ്റെ ആവാത്ത എന്തെങ്കിലും ഒട്ടാ. എടാ ലൊട്ടേടാ. എടാ ഇനി അപ്പുറ സൈഡാണ് ആക്കാനുള്ള. എടാ ഇതെന്ത് ലൊട്ടേടാ. ഞാൻ ഇവിടെ കൊണ്ട് കയറ്റി കൊടുത്തു, അപ്പോൾ അപ്പുറ സൈഡാണ് ആക്കാനുള്ള. എടാ അപ്പുറ സൈഡ് അല്ല, ഇവിടെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്ത് ലൊട്ടേന്നാണ്, കാര്യം പറയാല്ല. ഇങ്ങോട്ടെടുക്കാൻ അതെന്തെന്നാലും കയറാത്ത. കാർഗോ കയറിയില്ലടാ. ഞാൻ മര്യാദയ്ക്ക് വണ്ടി കറക്റ്റായിട്ടല്ലേ കൊണ്ടുവന്ന, പിന്നെന്ത്. ഈ ലൊട്ടനിക്കാന്ന് നോക്കിക്കോട്ടെ, ഇതിൻ്റെ ആംഗിളും കണ്ട. ഇവിടെയാണ് ഈ കാർഗോ ഒരു സാധനം. എനിക്ക് ഒരു സെക്കൻഡ് ഡ്രോൺ വെച്ച് പിടിച്ചോട്ടെ. ഇങ്ങോട്ട് നോക്കട്ടെ. കണ്ട ഇതല്ല, ഇതാണ് സ്ഥലം. ഇവിടെ പിന്നെ കയറ്റിട്ട് കയറാത്ത എന്ത് ഈ ലൊട്ട. അവിടെ ഈ കാർഗോ പോയി കേട്ടോ. ഇത് ലൊട്ടയാണെന്നാണ് എനിക്ക് തോന്നണം. വേറെ കാർഗോ എടുക്കാം. 5 കിലോമീറ്റർ ഇതെടുക്കുക. 5 കിലോമീറ്ററിൻ്റെ ലൊട്ടയാവുമല്ല കാർഗോ പോണേ. നോക്കാം. അവിടെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ട് നോക്കുവാണ്. ഫസ്റ്റ് ടൈമല്ലേ എടാ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണേ. കാർഗോ ഇടിച്ച് കാർഗോ മിഷന് തന്നെ പോണ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റേതായ ലൊട്ടത്തരം കാണും. അത് കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണം. ഇതെന്താ അങ്ങോട്ട്? ഇതിപ്പോൾ എവിടെയാണ് സ്ഥലം? ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് ഇങ്ങനെ റിവേഴ്സ് എടുക്കണം. അപ്പോൾ ഇതെന്ത് ലൊട്ട. ഈ പരിസരത്താണ് ലൊട്ട മഴയും കൂടെ ലൊട്ടത്തരം കാണിച്ചുകൊണ്ടിരിക്കണം. എനിക്കേ എടാ ഞാൻ ഇതെങ്ങോട്ട് പോകണം? ലൊട്ടത്തരം, അടുത്ത ലൊട്ടത്തരം. കാര്യം പറയാലോ. കാർഗോ അവിടെ ഞാൻ വേറെ എങ്ങോട്ടാണ് കൊണ്ട് കയറുന്നു. ഈ കാർഗോ മിഷൻ കംപ്ലീറ്റ് ആക്കി സത്യം പറയാലോ വലിയ കാര്യവും. കാർഗോ മിഷൻ കംപ്ലീറ്റ് ആക്കാൻ പാടുപെടണം. ഇങ്ങനെയാണ് തോന്നുന്നത്. അതിനിടെ ലാഗ്, നായിൻ്റെ ലാഗ്. അവൻ്റെ ലാഗ് അതിൻ്റെ ഇടയിൽ ചെറിയ എന്തിനാ ഒരു ലാഗ് പഠിച്ചതാ വണ്ടി. ഗ്രാഫിക്സ് കുറച്ചിട്ടാലും എന്തിനാണ് മറ്റേ അടുത്ത ലൊട്ടത്തരം കാണിക്കണം. പരിസരത്ത് ചെറിയൊരു എരപ്പെന്ന് വെച്ചാൽ മഴയാണേ. അതിനെ ഇഗ്നോർ ചെയ്തോളാം ചേട്ടാ. മഴേനെ ഇഗ്നോർ ചെയ്ത് കളഞ്ഞേരി. അവൻ്റെ അച്ഛൻ്റെ ഈ കാർഗോ ഞാൻ നോക്കിയോ. എൻ്റെ അച്ഛൻ്റെ കാർഗോ. സെറ്റായാൽ മതിയായിരുന്നു മുത്തേ, ഉള്ള പറയാല്.
തൊലി. പറ്റും 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 പറ്റും. എടാ ഇതെന്ത് എടാ നായ് എൻ്റെ ഏത് നായിൻ്റെ മോനാണ് ഈ കാർഗോൻ്റെ ലൊട്ട കാണി. അയ്യോ കാർഗോയുണ്ട്, അവരാതി കാർഗോ അവൻ്റെ അച്ഛൻ്റെ കാർഗോ നായിൻ്റെ മോൻ. ഓക്കെ എടാ ഒരു സെക്കൻഡ്, നിങ്ങൾ ലൊട്ട വേണേ പറഞ്ഞു, അല്ലാതെ മനുഷ്യന്മാരെ കൊണ്ട് പറ്റണ്ടേ? ആരൊന്ന് ഇട്ട് നോക്കട്ടെ, നമ്മളെ പറ്റണ്ടേ നോക്കട്ടെ. ലൊട്ടയോളി വീല് ഓളാ ലൊട്ട വീലേ മനുഷ്യനെ തോപ്പിക്കാനായിട്ട് വീല് കുണച്ച് വെച്ചേക്കണം നായിൻ്റെ മക്കൾ. സൗണ്ട് ഉണ്ടാകുന്ന എനിക്ക് സൗണ്ട് ഉണ്ടല്ല. ഇപ്പം മരേൻ്റെ കുറച്ച് ലൊട്ട എരപ്പുണ്ടേ. എടാ നിങ്ങൾ ഇത്രയും നേരം എടാ അയ്യോ അടുത്തത് അയ്യോ ഇതിൽ കൂടുതൽ എന്ത് വേണം മുട്ടേ? ഞാൻ കഷ്ടപ്പെട്ടൊരു കാർഗോ എടുത്ത് ലൊട്ട, അപ്പം അവൻ്റെ മറ്റേടത്തെ ലൊട്ട അടിച്ച് ഞാൻ വീണടാ മുട്ടേ. എന്ത് അഗ്നിയോ കാർഗോ എടാ ഇപ്പം എത്തിക്കൂടെ അത് പൊരിയും കേട്ടോ. കാര്യം പറയലെന്ന് വെച്ചാൽ ഈ വീലിട്ട് അല്ല ആരോ ഇട്ടാണ് പോയേക്കണം. അത് കണ്ടാൽ പെട്ടെന്ന് കയറിയത്. വീലിട്ട് എനിക്ക് കളിച്ച് ശീലമില്ല. നമുക്ക് കാർഗോ ഇങ്ങനത്തുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ വീല് എടാ ഇത് അനുവാദമില്ലാതെ അങ്ങ് വളഞ്ഞൊക്കെ പോയടാ. അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് വീലിടാം, അല്ലാതെ നമുക്ക് ട്രെയിനിങ് ടൈമിൽ മറ്റേത് സെറ്റാക്കാം. അതേ നടക്കൂടാ, അതേ നടക്കില്ല. ഒറ്റയടി നമ്മൾ ഒറ്റയടി ഒരു ചേഞ്ച് വരുത്താൻ പാടാണ്. അങ്ങാട്ടല്ലേ ഇത്, പിന്നെ എങ്ങോട്ട് പോകണ്ട? എടാ സൗണ്ട് ഉണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. വല്ലതും സീന ഉണ്ടേ പറയണേ. ഇതിപ്പോൾ എങ്ങോട്ടാണ് എനിക്ക് മനസ്സിലായില്ലല്ലോ. ഓ അവിടെയായിരുന്നു, അതിപ്പോൾ കയറ്റാം. ഇങ്ങോട്ട് വഴിയുണ്ടോ? ഞാൻ വെച്ചാൽ അവിടെ വല്ല ഇടിച്ചാനെ നിൽക്കുന്നു. അതാണ് ഒരു സെക്കൻഡ് പതഞ്ഞ് മറ്റേ നിന്ന. എടാ 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 അത് കണ്ടാ? എടാ ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ടാ നടന്നത് കാർഗോ. എടാ പതിയെ പോവാൻ കേട്ടാ. എന്തൊക്കെ സംഭവിച്ചാലും ശരി പതിയ. ഇനിയിപ്പോൾ 10 മിനിറ്റ് അധികം വൈകിയാൽ പോലും കുഴപ്പമില്ല, പതിയെ ഈ ലൊട്ട നടന്നാൽ മതി. അല്ലാതെ 5 മിനിറ്റ് കൊണ്ടങ്ങ് എത്തുകയും വേണം, എന്നിട്ട് വണ്ടിയും പറപ്പിക്കാൻ പറ്റുമെന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് ചെയ്യും മുത്തേ. അതുകൊണ്ട് പതിയെ പോയാൽ മതി കേട്ടാ. ഇത് പതിയൊക്കെ പോയാൽ നമുക്ക് തുടക്കമല്ലേ, തുടക്കം നമ്മൾ വച്ച് പിടിച്ചാണ് നേരത്തെ ലൊട്ടയായി പോയി. എനിക്ക് അയ്യോ ലൊട്ട പിന്നെ ഇടിപ്പിക്കാനായിട്ടാണ് അവിടെ 2 ലൊട്ട എടുത്ത് ചെയ്യണം. 10 ഇട്ട് പോവാം, 30 വേണ്ട, 10 ഇടാം. ഇങ്ങനത്തെ വളവിലൊക്കെ അത്യധികം ശ്രദ്ധാപൂർവം വേണം വളയ്ക്കാൻ. കാര്യം പറയാമല്ല, ഇതൊക്കെ ബിഗിനേഴ്സൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ അതാണ് ശ്രദ്ധിച്ച് ചെയ്യണം. ഓ ഇതിനിടയിലാണ് ഈ ക്യാമറ ലൊട്ട ആംഗിൾ മാറി എന്നെ തോപ്പിക്കാനായിട്ട് ലൊട്ട നോക്കിയോ. ഓ ഇത് കണ്ട അരടെ, ഇത് എന്ത് കഷ്ടപ്പാട, ഇത് എന്ത് കഷ്ടത വെച്ചാൽ കഷ്ടത തന്നെ. കാര്യം പറയാമല്ലോ. എടാ നായ ക്യാമറ ആംഗിളേ ലൊട്ട, നീ എന്തിനിങ്ങനെ അനുവാദമില്ല മാറണ? അവിടെ ഒരു വളവുണ്ട്, അതാണ്. എടാ ഇത് 4 മിനിറ്റ് കൊണ്ടൊന്നും എന്നെ കൊണ്ട് എത്തിക്കാൻ പറ്റില്ല മുത്തേ. അപ്പോൾ അധികം എത്തിക്കുകയാണെങ്കിൽ എത്തിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഇനി കൂടെ കഴിഞ്ഞു നോക്കാം. അല്ല ഇപ്പം എന്തിനാ ഞാൻ പറയാം, 4 മിനിറ്റ് കൊണ്ട് വണ്ടി സ്പീഡിൽ പോയാൽ എല്ലാം കൂടെ മറിഞ്ഞടിച്ച് വീഴും. എടാ ഇത് വണ്ടി കയറില്ല, അതിൻ്റെ ഇടയിൽ ലോട്ട. ക്രൂസ് കൺട്രോൾ വർക്ക് ഓൺലി വെൻ ദ കാർ ഈസ് മൂവിങ് എന്നോന്ന്. എടാ നിങ്ങൾക്ക് എന്തൊരു ക്രൂസ് കൺട്രോളിങ് എന്നൊക്കെ പറഞ്ഞ് ലൊട്ട കാണിക്കണം മുത്തേ. വണ്ടിയും കയറണല്ലോ, ഇതെന്ത് കഷ്ടം. സ്റ്റക്കായി പോയാ അയ്യോ ലൊട്ട അടിപൊളി മുത്തേ, ഉള്ള പറയാല്ല ഇത്. ഓ എടാ അവിടെ അവൻ്റെ അപ്പൂപ്പൻ്റെ എന്താ ലൊട്ടയെ തട്ടി നിൽക്കണം അവിടെ. ഞാൻ കാര്യം പറയും, കാർഗോ നായി ഇതെന്തോ എന്നെ തോപ്പിക്കണം. കയറി
കേറടാ. എടാ എടാ ദുഷ്ടനെ, ദുഷ്ടൻ കാർഗോ, ഞാൻ ഉള്ള പറയാലോ മുത്തേ. ഓൻ്റെ ആയി ദുഷ്ടൻ. അതെന്തങ്ങോട്ട് കേറാത്തത്? അതെന്തങ്ങനെ? ഇത് അടഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വണ്ടി എടുത്തോണ്ട് വരുമായിരുന്നു എന്നെ ഓക്കെ. ഞാട്ട് വളച്ചങ്ങെടുക്കാം. ഓ കാർഗോയും ഉണ്ട് ലൊട്ടയുണ്ട് മുത്തേ, ഉള്ള പറയാലടാ. ഇത് എന്ത് പാടടാ കാർഗോ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, കാര്യം പറയാമല്ലോ. എടാ പൈസ പെട്ടി കിടക്കണം, അത് എടുക്കണോ മുത്തേ? അത് എടുക്കാൻ നിന്നാൽ ഇനി ഇതിന്നാനം വല്ല മിഷൻ അബാൻഡഡ് എന്നാനും പറഞ്ഞ് കാണിച്ചാൽ അത് മതി ലൊട്ട. എടാ എടാ ഈ ഫ്രണ്ട് ഇരിക്കുന്ന സാധനം വളഞ്ഞെങ്ങാട്ടാ പോണ്, ബാക്ക് ഇരിക്കുന്ന സാധനം വളഞ്ഞെങ്ങാട്ടാ പോണ്, രണ്ടെണ്ണത്തിന് അനുസരണയില്ല. അതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം പറയില്ല മുത്തേ. രണ്ട് സാധനങ്ങൾക്കും അനുസരണയില്ല. തന്നിഷ്ടക്കാരന്മാർ, തന്നിഷ്ടം എന്ന് വെച്ചാൽ തന്നിഷ്ടം. ലൊട്ടയെന്ന് വെച്ചാൽ എന്ത് ലൊട്ട? നമ്മൾ പിന്നെ എന്തിനു ഓടിക്കണം? നമ്മൾ അനുസരിക്കണ്ടേ വണ്ടി? ഇതെന്ത് ലൊട്ടയടാ ചേട്ടാ? നിങ്ങൾ പറ ചേട്ടാ, ഇതെന്ത് പതിയെങ്കിലും വളച്ച് കയറ്റാം, എങ്ങനെയും വളച്ച് കയറ്റട്ടിയാന്ന്. സ്പീഡ് വേണമെന്ന് വെച്ചാൽ സ്പീഡ് വേണമെന്ന് വെച്ചാൽ സ്പീഡ് എടുത്താൽ ലൊട്ടേ സംഭവിക്കുകയും ചെയ്യും. ഞാൻ ഇവിടെ എന്തിരിയേ അങ്ങനെ അത് ഇവിടെ കൂടെ പോകാൻ നോക്കാം. അത് തന്നെ ഇവിടെ എടാ 1 മിനിറ്റിലൊന്നും എന്നെ കൊണ്ട് എത്തിക്കാൻ പറ്റില്ല ചാറ്റ്. ഇപ്പം നമുക്ക് നോക്കാം, അല്ലാതെ ഞാൻ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. 1 മിനിറ്റ് എത്തിക്കാൻ മിക്കവാറും ചാൻസ് ഇല്ല. അത് വണ്ടി നല്ല സ്പീഡ് എടുക്കേണ്ടി വരും. സ്പീഡ് എടുത്താൽ എല്ലാം കൂടെ മറിഞ്ഞടിച്ച് വീഴുകയും ചെയ്യും. അത് അവസാനം അടുത്ത ലൊട്ടയാവും. ഇതെങ്ങാട്ട് ഇതിൻ്റെ അകത്തോട്ടെ കൊണ്ടുപോയിട്ടാ. ഓ ഇത് വെളിയിലോട്ട് തോന്നി. ഡെസർട്ടിൽ ഏതാ ലൊട്ടയ്ക്കാണ് ഈ കാർഗോ ഇപ്പോൾ വേണ്ടത്. അവൻ്റെ ഇതെന്തിനാണ് ഇത് തടിയാൻ പറ്റുമോ എന്നാണ്? എടാ അവന് ഗ്യാസ് അടുപ്പൊന്നും ഇല്ല. ഈ ലൊട്ട എന്തിനാണ് ലൊട്ടയ്ക്ക് എന്നെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലൊട്ടത്തരം കാണിച്ചുകൊണ്ടിരുന്നോളൂ. കാര്യം പറയാമല്ലോ മുത്തേ. അവന് വേണേൽ വീട്ടിലുള്ള ഗ്യാസ് അടുപ്പ് അവനെ വാങ്ങിച്ചു വയ്ക്കണം. എന്നിട്ട് അവന് വിറകാണ്ടാണ് ഇതിൻ്റെ അകത്ത് മൊത്തം. അങ്ങോട്ട് എന്തായാലും വച്ച് പിടിക്കാം. സബ്സ്ക്രൈബേഴ്സൊക്കെ പറഞ്ഞല്ലേ ഉള്ളൂ, കുറച്ചുകൂടെ കഴിയുമ്പോഴല്ലേ അവന്മാർക്ക് വന്നെത്തും. അപ്പോഴത്തേക്ക് നമുക്കൊരു മൾട്ടിപ്ലർ ഇടാം. കാർഗോ മിഷൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പാട് കാർഗോ മിഷനാണ് മുത്തേ. കാര്യം പറഞ്ഞില്ല, മറ്റേ ഓടണേനെ ഓടിയാലെങ്കിലും മതി. അയ്യോ ശ്രദ്ധിക്കട്ടെ. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് കാഷ്വലായിട്ട് ലൊട്ട സംസാരിച്ചുകൊണ്ടിരുന്നെങ്കിൽ മുത്തേ എൻ്റെ കാർഗോ മിഷൻ ഇത്രയും കഷ്ടപ്പെട്ട് വന്ന ലൊട്ട ഇടിച്ച് നശിച്ച് പോയേനെ. പോയില്ല. ഞാൻ ഒന്നും ചെയ്യണില്ല. അത് പതിയെ മുന്നോട്ട് നീങ്ങി പോട്ട്. ഇങ്ങനെ എങ്ങനെ പോട്ട് കുറച്ച് ഇരിക്കാം. എടാ ക്യാമറ ആംഗിൾ ഉണ്ടല്ലോ ലൊട്ട തരം കാണിക്കണം. എടാ ക്യാമറ ആംഗിൾ അതിനെ പേടിപ്പിക്കാനായിട്ട് പെട്ടെന്ന് മാറണ പോലെ ലൊട്ട. ഇവിടെ വെച്ചാൽ സ്പീഡ് എടുക്കട്ടാടാ. എടാ നിൽക്കാൻ അതിനിടെ ബഗ്ഗ അങ്ങനെ അടിച്ചാൽ നോക്കിയോ. ഞാൻ ഇതിനിടെ എല്ലാം കൂടെ വാരിപ്പറക്കി എറിയും. കാര്യം പറയാനല്ല, ലൊട്ട ബഗ്ഗ അങ്ങനെ അടിച്ചാൽ കഷ്ടപ്പെട്ടാണ് വണ്ടി എടുത്തുകൊണ്ട് പോകണം. അയ്യോ വന്ന് ലൊട്ട. 16 സെക്കൻഡ് കൊണ്ട്. എടാ എനിക്ക് 16 സെക്കൻഡ് കൊണ്ട് എന്തായാലും എത്താൻ പറ്റില്ല. അതിനകത്തിന് മിഷൻ മിക്കവാറും ഫെയിലായെന്ന് കാണിക്കൂടാ. എന്തായാലും നമ്മൾ ഇത്രയും ശ്രമിച്ചില്ലടാ. ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. അതിന് ഒരു ക്ലാപ്പാണ്. അതിന് കൈയടിയൊക്കെ അറിയിക്കുന്നതായി. കാര്യം പറയാല്ലേ, നമ്മൾ ഇമ്പ്രൂവായി. ഓ 0 ഒന്നും കാണിക്കാത്ത 0 ഒന്നും കാണിക്കില്ല. നമുക്ക് എന്തായാലും അവിടെ കൊണ്ടുവന്ന് കൊടുക്കാം. അത് തന്നെ മിഷൻ പൈസ കംപ്ലീറ്റ് ആവില്ലെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞു. എന്തായാലും നമുക്ക് കൊടുക്കാം. അത് ചെയ്യാം. അത് തന്നെ എന്തായാലും ഇവിടെ ഒന്നും ബേക്കായി പോയൊന്നും ഇല്ല. അപ്പോൾ ഇതെങ്കിലും ചെയ്യട്ടെ. അത് തന്നെ ഇതെങ്കിലും ആവട്ടെ. അത് തന്നെ ഇത്രയും സ്പീഡൊന്നും വേണ്ട. പിന്നെ പിടിച്ച് നിർത്താൻ പറ്റില്ല. അത് ലൊട്ടയാവും. എത്താറായ കുറച്ചേ ഉള്ളു. കണ്ട കുറച്ചേ ഉള്ളു. സ്പീഡ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു വരട്ടെ. ഒന്നും ചെയ്യണ്ട. ഞാനിപ്പോൾ വണ്ടി മറ്റേ ഓടിക്കുന്ന സാധനത്ത് സ്പീഡ് കൂട്ടുന്ന സാധനത്ത് പിടിച്ചിട്ടില്ല. അപ്പോൾ പതിയെ എൻ്റെ ഓട്ടോമാറ്റിക്കലി എൻ്റെ സ്പീഡ് കുറഞ്ഞു. അയ്യോ എന്ത് ലൊട്ടാ സ്പീഡ് കുറഞ്ഞു വരും. എടാ ലൊട്ട അടിക്കണ്. എടാ അയ്യോ എന്ത് സംഭവിച്ചാ? ട്രെയിലർ ഡെലിക്കേറ്റഡ് ഡ്യൂ കോളിഷനാ? അതാ എടാ മുത്തേ തൊരങ്ക നായി.
എടാ നായിൻ്റെ എടാ തൊരങ്ക നായ, എടാ തൊരങ്ക നായി, കാര്യം പറയാലോ മുത്തേ. ഞാൻ തൊരങ്കത്തിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ നായ ലൊട്ട വഗ്ഗ അടിച്ചേ. ലൊട്ട നിങ്ങൾ കണ്ടല്ല ഞാൻ എന്തിനാണ് സംഭവിച്ചത്, നിങ്ങൾ കണ്ടല്ല. എനിക്കൊന്നും കാണാനൊന്നും പറ്റില്ല, നിങ്ങൾ കണ്ടല്ല. എടാ നീയൊക്കെ അവിടെ ഇരുന്ന് ശപിച്ചാടാ എന്നെ ലൊട്ടാളെ. ഷേ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ വണ്ടി എടുത്തോണ്ട് കയറി ഞാൻ കയറിയടാ കയറി മുത്തേ. എനിക്ക് പറ്റും ഉള്ള പറയാല്ല. ഈ തൊരങ്ക മറ്റേടത്തെ തൊരങ്ക ലൊട്ടേരകത്താണ് ഒന്ന് കാണാനും പറ്റില്ല. എങ്ങനെയെങ്കിലുമൊക്കെയാണ് വച്ച് പിടിക്കണം. തെറി വിളിക്കുകയാണോ? തെറി വിളിക്കാനാടാ നിങ്ങൾ? തെറി വിളിക്കാൻ പ്രൊമോട്ട് ചെയ്യണടാ. തെറി വിളിക്കാന്ന് ഇട്ടേക്കാണ്. ഞാൻ നേരം അങ്ങോട്ട് വച്ച് പിടിക്കാം. ഞാൻ എന്തായാലും വച്ച് പിടിക്കാം. ലൊട്ടത്തര സംഭവിക്കാതിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. ഉയ്യോ വണ്ടി നിൽക്കടാ വണ്ടി നിൽക്കടാ. ഇത് ബ്രേക്ക് എന്താ ഇങ്ങനെയൊന്നും അല്ല ബ്രേക്ക് ഇതാവാനുള്ള. ഓക്കെ ബ്രേക്ക് എന്ന് വെച്ചാൽ നമ്മൾ പിടിച്ച അടുത്ത സെക്കൻഡ് നിൽക്കണം, അതല്ലേ ബ്രേക്ക്. അത് ഞാൻ മറ്റേ കയറി പിടിക്കാത്തതെന്ന് വെച്ചാൽ അത് അയ്യോ എന്ത് കഷ്ടം. ഞാൻ ഉള്ള പറയാലോ മുത്തേ, എനിക്ക് തോന്നുന്നത് ഈ ഉള്ളതിൽ വെച്ച് ഏറ്റവും കഷ്ടപ്പാടി കാർഗോ മിഷൻ കംപ്ലീറ്റ് ആക്കാനാണെന്നാണ്. എൻജിൻ ഡാമേജ് ഇടുന്നാ അതിനിടെ അതും ഡാമേജ് ആയ മുത്തേ, അതും നശിച്ചാ അടിപൊളി. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഇത് കംപ്ലീറ്റ് ആക്കട്ടെ. ഇതൊന്ന് നാശം പിടിച്ച കാർഗോ ഞാൻ ഒന്ന് കംപ്ലീറ്റ് ആക്കട്ടെ. അതിനുശേഷം എന്തും. ഇത് ഇങ്ങനെയൊക്കെ തന്നെ കൊണ്ട് നിർത്തണം അല്ലേ? ഇങ്ങനെ കൊണ്ട് തന്നെ നിർത്തണം അല്ലേ നിനക്ക്? ഞാൻ അവിടെ കൊണ്ട് അവിടെ ഞാൻ ഇതാക്കിയാൽ പോയടാ. അവിടെ കൊണ്ട് ഇങ്ങനെ നിർത്തണമെന്നടാ മുത്തേ. ഇനി അവിടെ കൊണ്ട് നിർത്താൻ പറ്റിയില്ലെങ്കിൽ അതിനിടെ ഇത് മറിഞ്ഞാനും പോയ സീനോ. ഉള്ള പറയാല്ലേ, ലൊട്ട നടക്കാനാണ്. എന്തായാലും നോക്കാം. അങ്ങോട്ട് പറ്റും. ഇത് ഇത്തിരി ഇങ്ങോട്ടാക്കുക. അതിനുശേഷം റിവേഴ്സ് അടിക്കുക. ഓ മാറിപ്പോയി, ആ ലൊട്ട അല്ലായിരുന്നു. എടാ എന്തി തൊട്ടാലും അങ്ങോട്ട് പോണാ. ഇടത്ത് ആരെങ്കിലും തൊട്ടാലും വലത്തെ ആരും തൊട്ടാലും അങ്ങോട്ട് പോണ്ടാ. കളിയാക്കണ എന്നെ. എൻ്റെ ഫ്രണ്ട് ഞാൻ നോക്കിയോട്ടെ. എൻ്റെ ഫ്രണ്ട് വളഞ്ഞാൽ തിരിഞ്ഞാലിരുന്നിക്കണമെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരും. ഓക്കെ ഇത് എനിക്ക് ഇതൊക്കെ എപ്പോൾ സെറ്റാക്കി തരാം. എന്ത് കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇതുവരെ എത്തിച്ചതാ. ഞാനിലോട്ട് ചാത്തിച്ച് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. എന്നാലും ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞ് എന്ത് ബുദ്ധിമുട്ടായിരുന്നെന്നാണ്. ഓരോ കാർഗോയും ഇത് കാർഗോ എന്നാണ് പറഞ്ഞില്ലേ. യഥാർത്ഥത്തിന് വീട്ടിൽ അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൊട്ട കാർഗോ. ഈ ഫ്രണ്ടിലിരിക്കണ സാധനം എങ്ങാട്ടെങ്കിലും വളഞ്ഞു പോകണം, അതിൻ്റെ ബാക്കിരിക്കണ സാധനം എങ്ങാട്ടെങ്കിലും വളഞ്ഞു പോകണം. രണ്ടെണ്ണം അതിൻ്റെ ഇഷ്ടത്തിന് എങ്ങാട്ടേക്ക് പോയിക്കൊണ്ടിരിക്കണം. എന്തിനാണ് ഞാൻ പിന്നെ ഓടിക്കണത്? കളിയാക്കണം എല്ലാണും കൂടെ വന്നിട്ട്. റിവേഴ്സ് അടിക്കാം. പതിയെ റിവേഴ്സ് അടിച്ച് പോകാൻ മറ്റേ. അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ തിരിച്ച് കയറ്റാം. അതും നല്ല ഐഡിയ അല്ലേ? തിരിച്ച് കയറ്റിയാലോ? വീഴല്ലേ. തിരിച്ച് കയറ്റാൻ നോക്കുവാണ്. വീരുവാടാ ലൊട്ട. ഇല്ല വീരൂലായിരിക്കും. എടാ രണ്ടില്ല ഇതിൻ്റെ അകത്ത്. ഒന്ന് കേറി. എടാ കേറിയടാ. ഫൈനലി മുത്തേ ഹാർഡ് വർക്ക്, കഷ്ടപ്പാടിന് ഫലം ഉണ്ടായേ. ഞാൻ എത്ര നേരം ഓടിയ 10-30 എനിക്ക് വേണം 10-30 മിനിറ്റോളം ഇതിൻ്റെ ഈ ലൊട്ടയിൽ ഞാൻ കഷ്ടപ്പെട്ടെ. നെവർ ഗിവ് അപ്പ് പിന്തിരിഞ്ഞില്ല. നമ്മൾ കഷ്ടപ്പെട്ട എഞ്ചിൻ വരെ സീനായാണ് നിങ്ങൾ കണ്ടു കാണില്ല. എൻ്റെ പൊന്നോ അവസാനം
എങ്ങനെയൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാ. ഓഹ് ഡെയിലി മിഷൻ ഞാൻ നോക്കിയോട്ട് ടാസ്ക് നോക്കിയോട്ട്. ഓഹ് ഇനി ഡ്രിഫ്റ്റ് മാത്രമേ ഉള്ളൂ, അത് അല്ലാതെ തന്നെ സെറ്റാക്കാന്നേ ഉള്ളൂ, അത് വലിയ സീനില്ല. ഒരു എടാ ഇങ്ങനെയാണ് ഞാൻ കാർഗോ, ഇങ്ങനെയാണ് എന്തൊരു കഷ്ടപ്പാടാ ഇത്. ഓഹ് എനിക്കിനി വണ്ടി ഒന്ന് ഇതാക്കണം, റിപ്പയർ ചെയ്യണമായിരുന്നു. അതിന് ഇനി എവിടെയാണ് റിപ്പയർ ഒന്നും ഇല്ല ഇവിടെ. ലൊട്ട റിപ്പയർ ചെയ്യണേ ഇനി ഇങ്ങോട്ട് പോകണമെന്ന്. ഇവിടെ പോവല്ലേ. ഇനി വണ്ടി എങ്ങനെയാണെങ്കിലും വളയ്ക്കാമല്ലോ, അതുകൊണ്ട് സീനൊന്നുമില്ല. വണ്ടി എങ്ങനെയും വളച്ചെടുത്താലും സീനിൽ നമുക്ക് അങ്ങ് എത്തിക്കാന്നേ ഉള്ളൂ. അങ്ങോട്ട് പോകാം, അങ്ങോട്ട് വച്ച് പിടിക്കാം. എടാ എന്ത് ലൊട്ട, ഇങ്ങോട്ട് വളച്ചാൽ എങ്ങോട്ട് പോകണം, അനുവാദം ഇല്ലാതെ ലൊട്ട നടക്കണം. ചാറ്റേ കാര്യം പറയാമല്ലോ മുത്തേ. മാർക്കോ 551 N6J CPM 1. ഓ CPM 1 ആണ്, CPM 1 കളിക്കണം. എടാ ഇതൊന്ന് റിപ്പയറും കൂടെ ചെയ്തേ പറ്റും. കാരണം വെച്ചാൽ എൻ്റെ എൻജിൻ ഡാമേജ് എന്ന് പറഞ്ഞ് എഴുതി വരെ കാണിച്ചു. അപ്പോൾ നമ്മളൊന്ന് റിപ്പയർ ചെയ്താൽ എൻജിൻ ഡാമേജ് സെറ്റ് ആവുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ആവോന്നോടെ എന്തായാലും നമുക്ക് എന്തായാലും കൊണ്ട് ചെയ്യാം. അത് തന്നെ കാർഗോ ഭയങ്കര പാട് തന്നെ കേട്ടോ, ഞാൻ ഉള്ള പറയാമല്ലോ മുത്തേ. കാർഗോ എന്ന് വെച്ചാൽ ഒടുക്കത്തെ പാട്. ഇതെല്ലാം അങ്ങോട്ട് വെച്ച് പിടിക്കാം. കുറച്ചങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഇതിൻ്റെ അകത്ത് കയറണം. ഈ ടണല ഇത് എന്തൊരു സാധനമാണെന്നോ ലൊട്ട ഇതിൽ കയറിയിട്ടാണ്ടാ നേരത്തെ വണ്ടി ഒന്ന് ഇടിച്ച് സ്റ്റക്കായി നിന്നത്. കാര്യം പറയാമല്ല, ലൊട്ട സംഭവിച്ചേനെ, ഉള്ളത് പറയാമല്ല, ലൊട്ട സംഭവിച്ചേനെ. കാർഗോ മിഷൻ ഫെയിലായി പോയാൽ ഇതിൻ്റെ അകത്ത് അവസാനം എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇറങ്ങിക്കോട്ട് വന്നത്. ആ വീല് വെച്ചാണ് ഇനി ഇതിനാൻ പറ്റൂലായിരുന്നു, ഉള്ള പറയാമല്ല. അദ്വൈത് DT6 Pro ഹലോ വന്നല്ലോ, ഞാൻ വന്നു. ഓക്കേടാ ഓക്കെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കാത്തിരിക്കുമായിരുന്നു. സബ്സ്ക്രൈബേഴ്സൊക്കെ വന്ന ശേഷം മറ്റേ മൾട്ടിപ്ലെയർ റൂം ഇടാം എന്ന് പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ആക്കിയിരിക്കുമായിരുന്നു. ഈ കാർഗോ മിഷൻ എങ്ങനെയൊക്കെ കംപ്ലീറ്റ് ആക്കി എടുത്തടാ എൻ്റെ പൊന്നോ. ഈ കണ്ടെങ്കിൽ നിനക്കറിയാം ഉള്ള പാടെന്ന് വെച്ചാൽ ഒട്ട എന്ത് പാടായിരുന്നെന്നാണ്. ഓ മാറിപ്പോയി എനിക്ക് അയ്യോ. ഇനി ഇങ്ങോട്ട് വളച്ചിട്ടാണ് ഇവിടെ അല്ലേ റിപ്പയറിൻ്റെ സാധനമുള്ള റിപ്പയറിൻ്റെ സാധനം ഇവിടെ ഉണ്ടായിരുന്നു. ഓ ഇതിൻ്റെ അകത്ത് ഇത് കയറുവാടാ. എടാ ഞാൻ എന്തിനടാ ഇങ്ങോട്ട് വന്നത്? അവന്മാരെന്നെ കളിയാക്കണടാ. ഞാൻ ഉള്ള പറയാൽ ഇത് എന്താണ് ചാറ്റ് നടക്കണത്? എന്നെ കളിയാക്കുവാണോ? ഞാൻ അതിൻ്റെ അകത്ത് എങ്ങനെ ഈ വണ്ടി കൊണ്ട് കയറ്റും? ഓ എനിക്ക് ഇങ്ങോട്ട് വഴിയുണ്ട് നോട്ടെ, ഇങ്ങോട്ട് നോക്കട്ടെ. എടാ ഇത് ടയറിൻ്റെ ലൊട്ട, ഞാൻ മാറി. വണ്ടിത്തിരക്ക് എന്താടാ വണ്ടി തിരക്ക് വരുവാന്നാ മനസ്സിലായില്ലടാ. എന്താടാ എടാ എന്തായാലും സിംഗിൾ പ്ലെയർ ഞാൻ ഇതുകൂടെ ചെയ്തോട്ടെ. ഞാൻ മൾട്ടിപ്ലെയർ റൂം ഇടാം. ഒരു 2 മിനിറ്റ് എനിക്ക് ആദ്യം എന്തിനാണ് ഈ സാധനം ഈ വണ്ടി കൊണ്ടുപോയിട്ടൊന്ന് ഇതിൻ്റെ റിപ്പയർ ചെയ്യാറുണ്ട്. റിപ്പയറും ചെയ്ത് അതിന് സിറ്റി പോകേണ്ടി വരൂ. സിറ്റി പോകണമെങ്കിൽ നല്ല ദൂരം ആവൂലോ. വരാൻ നിൽക്കടാ, നിങ്ങളൊന്ന് വെയിറ്റ് ആക്കാം കേട്ടോ. ഞാൻ ഈ വണ്ടി ഒന്ന് കഴുകി റിപ്പയറും ചെയ്തിട്ട് വന്നാൽ പോരെ. ഒരു 2 മിനിറ്റ്. ഈ വണ്ടി ഇല്ലെങ്കിൽ പിന്നെ അത് പിന്നത്തേക്ക് മാറ്റി വയ്ക്കണ്ട. അത് തന്നെ ചേട്ടൻ നിങ്ങൾ വെയിറ്റ് ആക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നിങ്ങൾ 2 സെക്കൻഡ് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ആക്ക്. അപ്പോഴത്തേക്ക് ഞാൻ ഈ വണ്ടി അങ്ങ് ഇവിടെയൊന്നും ഇല്ല, ഇവിടെ കണ്ട റിപ്പയർ കണ്ട. ഈ വണ്ടി ഞാൻ എങ്ങനെ റിപ്പയർ ചെയ്യാൻ അതിൻ്റെ അകത്തോട്ട് കയറ്റാം? അതിൻ്റെ അകത്ത് മൊത്തം അടച്ചും വച്ച് റിപ്പയർ ആവില്ല. ഓ അതിൽ ഇടിച്ച് വണ്ടി ഇടിച്ച് മറിഞ്ഞടാ ഒയ്യോ. ഞാൻ വണ്ടി ഓടിക്കുന്നത് ശ്രദ്ധിക്കട്ടെ. അത് തന്നെ വണ്ടി ഇടിച്ച് മറിയില്ലെങ്കിൽ കൂടുതൽ വണ്ടിക്ക് ഡാമേജുകൾ പറ്റും. ആദ്യം വണ്ടി ഓടിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കട്ടെ, അതിനുശേഷം ബാക്കി. അത് തന്നെ അതിന് ശേഷം ബാക്കി ശ്രദ്ധ ഇതിലോട്ട് വെച്ചങ്ങ് ഓടിക്കുക. അങ്ങോട്ട് വച്ച് പിടിക്കുക. എന്തായാലും അങ്ങോട്ട് പോവല്ലേ അങ്ങ് എത്തിക്കോളും. എടാ പിന്നെ സൗണ്ടിന് വേറെ സീനൊന്നും ഇല്ലല്ലോ. നിങ്ങൾ അതുവരെ സൗണ്ട് നിങ്ങൾ വേറെ സീനൊന്നും ഇല്ലല്ലോ, വ്യക്തമാണല്ലോ. അങ്ങനെയുള്ള സീനോടെ പറഞ്ഞേക്കണേ. ഇടിക്കല്ലേ. എടാ ചെറിയൊരു ലാഗും കൂടെ അടിക്കണുണ്ടോ? നിങ്ങൾക്കത് അറിയാൻ പറ്റുന്നുണ്ടോ ഇല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ചെറിയൊരു ലാഗ് അടിക്കുന്നുണ്ട്, ഉള്ള പറയാല്ല. എനിക്ക് 1 സെക്കൻഡ് ഞാൻ ചാറ്റ് നോക്കിയിട്ട് സബ്സ്ക്രൈബർ ഇട്ടല്ലേ. 1 സെക്കൻഡ് വണ്ടി ഇപ്പം അങ്ങ് എത്താറായി, ഓടിച്ചെത്താറായി. ഇനി ഇത്ര കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. അതേണ്ട് ഇത്ര ദൂരമേ ഉള്ളൂ. ഇപ്പം ഈ ഇട്ടിട്ട് എന്തായാലും ഇത് മൾട്ടിപ്ലെയറിലും ചെയ്യാൻ, റിപ്പയർ അവിടെ വച്ചു ചെയ്യാൻ മിഷൻ സീനില്ല. ഓടാ ഓക്കെ
ഞാൻ പിന്നെ സിംഗിൾ പെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് സബ്സ്ക്രൈബേഴ്സ് വരുമല്ലോ. സബ്സ്ക്രൈബേഴ്സ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടല്ലേ വരണം. അപ്പോഴത്തേക്ക് സിംഗിൾ പെയർ ചെയ്യാന്ന് വിചാരിച്ചു. എന്തായാലും ആദ്യം ഇതിപ്പോൾ ഈ തൊട്ടടുത്താണ് ഇപ്പം ചെയ്ത് കഴിയും. അത് ചെയ്തിട്ട് മൾട്ടിപ്ലെയർ കയറാറില്ലേ. അപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ കാണും. ഇപ്പം നീ വന്ന് അല്ല ഒരുപാട് വരുന്ന മൾട്ടിപ്ലെയർ വന്ന് കാണും. ഇപ്പോൾ വരൂ ഇട്ടാലും. റൂമിട് അങ്ങ് എന്നിട്ട് റൂമിട് അങ്ങെന്നാ സീനില്ല. റൂമിട് റൂം ഇതൊന്ന് കഴിഞ്ഞോട്ട്. ഇത് കഴിഞ്ഞിട്ടിടാം. ഇതിപ്പോൾ കഴിയും. ഇത് കഴിഞ്ഞിട്ടിടാം. വണ്ടി ഓടിച്ചങ്ങ് എത്തട്ട്. നാശം പിടിക്കുക. എന്നെ വഴി തെറ്റിപ്പോയി. എല്ലാവരും വരും. ഓക്കെ ഞാൻ ഇടാം. എന്തായാലും ആദ്യം അങ്ങോട്ട് വണ്ടി ഓടിച്ചൊന്ന് കയറ്റിക്കോട്ട്. അതുകൊണ്ട് അടുത്തെത്തി. റെഡ് ഫോക്സ് 44 km/h. ഓ അവസാനം റിപ്പയറായി. കഴിവും കൂടെ ചെയ്യട്ടെ. ഇത്രയും അടുത്ത് വന്നിട്ട് പിന്നെ കഴിവാതെ പോയാൽ എപ്പോൾ തീരും? ദേണ്ട കഴിഞ്ഞ്. ദേണ്ട വണ്ടി കഴുകി എത്തിയ ഉടനെ ഇറങ്ങുവാണ്. എന്ത് കാണണ? ഇതെന്ത് ഇങ്ങനെയൊക്കെ കാണിക്കണ? എന്ത് കഷ്ടം. തൊട്ടടിക്കണം. ഓക്കെ ചാടി നമ്മൾ അങ്ങനെ അവസാനം ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ആ ഒരു കാർഗോ മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തിരിച്ച് വണ്ടി ഓടിച്ച് കാട്ടി കാർഗോ മിഷൻ കംപ്ലീറ്റ് ആക്കി മാത്രമല്ല തിരിച്ച് കൊണ്ടുവന്ന് വണ്ടി കഴുകി റിപ്പയറും ചെയ്തിട്ടുണ്ട്. അവസാനം ഭയങ്കര പാടായിരുന്നു. ഉള്ള പറയാമല്ലോ.